ഹലോ ഹലോ. പറയ്. എന്താ പറയണ്ടേ? എന്തായിരുന്നു നിങ്ങള് നിങ്ങള് റെക്കോർഡിംഗ് അല്ലല്ലോ? കോളുകൾ റെക്കോർഡാണ്. എല്ലാം റെക്കോർഡ് ആയിരിക്കും അല്ലേ? നമ്മളിങ്ങനെ ആളുകളോട് സ്വകാര്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലം കഴിഞ്ഞേ. ഓരോ ആളുകളോട് 1-on-1, പിന്നെ 2-3 ആളുള്ള ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ കഴിയുമല്ലോ. നമ്മളൊരു വിശ്വാസത്തില് നിങ്ങളിപ്പോ സംശയം ഗ്രൂപ്പ് പ്രകടിപ്പിച്ച് തുടങ്ങുന്ന സമയം മുതല് സുഹൃത്തുക്കള്, കുടുംബക്കാര്, കൂട്ടുകാര്, അയൽവക്കക്കാര് ഇവരൊക്കെ സംഘടിപ്പിക്കുന്ന വേറെ മൂല്യന്മാരുമായിട്ടുള്ള ചാറ്റ്, മീറ്റിംഗ് ഇതൊക്കെ കഴിയുമല്ലോ. അല്ല, പിന്നെ നമ്മൾ നിങ്ങളിപ്പോ അതന്നെ ഈ തുടർന്നിരിക്കാൻ പറ്റില്ല. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊന്നും ഇല്ല? ഇല്ല, ഞാൻ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സജീവമല്ല. ഒരു ഗ്രൂപ്പുകൾ ഇപ്പൊ ഏതിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങനത്തെ അധികം അതിലൊന്നും? ഗ്രൂപ്പുകളിലൊന്നും ഞാൻ സജീവമല്ല. സമയമല്ല. ഗ്രൂപ്പിൽ വെറുതെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാണ്, അതിൽ പങ്കെടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ ശരിക്കും ഇത് ഇസ്ലാം വിടാനുള്ള കാരണം എന്തായിരുന്നു? ഇസ്ലാം ഇതെല്ലാം മറ്റു മതങ്ങളൊക്കെ പോലൊക്കെ തന്നെ ഉള്ള ഒരു മതം തന്നെയാണെന്ന് ബോധ്യപ്പെടുമ്പോ അതിലൊന്നും കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. മറ്റ് മതങ്ങളെ പോലെ എല്ലാ എന്ന് മതങ്ങളും വെച്ചാൽ മനുഷ്യരുണ്ടാക്കിയതാണ്. അതേപോലെ തന്നെയാണ് ഇസ്ലാം. അല്ലാതെ അതിന് വലിയ പ്രത്യേകതയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായപ്പോ പിന്നെ നമ്മളത് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഞാന് ഇസ്ലാം വിട്ട ആളൊന്നല്ലേ, ഞാൻ ഇപ്പോഴും ഇസ്ലാം തന്നെയാണ്. അല്ലാത്ത ഓരോ ആളുകൾക്ക് ഓരോ ബോധ്യങ്ങളല്ലേ, സ്വാഭാവികം. പിന്നെ ഇത് ഇസ്ലാം ആരുണ്ടാക്കിയതാ? ഇസ്ലാം മുഹമ്മദ് ഉണ്ടാക്കിയ മതമാണ്. നിങ്ങൾ ഈ പറയുന്ന ഖുറാനും ഹദീസൊക്കെ അനുസരിച്ചിട്ട് നോക്കിയാൽ മുഹമ്മദ് ഉണ്ടാക്കിയ മതം. മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയത്? അതെ. അതിന് മുമ്പ് ഇസ്ലാം ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പൊ അത്രയും അത്രയും കാലം ഇസ്ലാമില്ല. മുഹമ്മദ് ബുദ്ധിയുള്ള ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അത്രയും ബുദ്ധിയുള്ള ആളായിരുന്നു മുഹമ്മദ്. ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള ആളായിരുന്നു, സംശയമൊന്നുമില്ല. കൂർമ്മ ബുദ്ധിന്റെ അതല്ല, പറയില്ലേ ഇപ്പൊ ആണ്, ഇല്ല സംശയമില്ല. ആർക്കാ സംശയം? അല്ലെങ്കിൽ ഐൻസ്റ്റീന് 190 IQ എന്നൊക്കെ പറയും പോലെ മുഹമ്മദ് ഈ കാര്യത്തില് സാമൂഹ്യ രാഷ്ട്രീയ ഒരു കൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തില് അസാമാന്യമായിട്ടുള്ള ബുദ്ധി പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതിലൊരു സംശയമല്ല. ആരെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിച്ചോ? ചോദിക്കുക. കാരണം അതിൽ സംശയമൊന്നുമില്ല. എഴുത്തും വായന അറിയാത്ത ഒരാളാണ്. എഴുത്തും വായന അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇങ്ങനത്തെ ഒരു സാധനം തട്ടിക്കൂട്ടാൻ. പ്രത്യേകിച്ച് ആ കാലത്ത് എഴുത്തും വായന അറിയാത്ത മുഹമ്മദ് കച്ചവടത്തിന് പോയിട്ട് ഭയങ്കര ലാഭം കൊയ്ത് ഖദീജയെ ആകർഷിച്ചില്ലേ? കച്ചവടത്തിന് എഴുത്തും വായന അറിയണമെന്നുണ്ടോ? പിന്നെ എന്തിനപ്പോ എഴുത്തും വായന അറിയേണ്ടത്? കവിതയ്ക്ക് വേണ്ടി എഴുത്തും വായന അറിയണമെന്നുണ്ടോ? ഒരു കവിയാവാൻ? അത് ചെറുതായിട്ടുണ്ട്. ഇല്ല, അറിയാത്തോണ്ടാണ്. കഥ, നോവൽ, അങ്ങനെയുള്ള അതിപ്പോഴത്തെ കൺസെപ്റ്റിൽ ആലോചിക്കുമ്പോഴാണ് സുഹൃത്തെ. എഴുത്തും വായന അറിയാത്ത ആളുകൾ, സാഹിത്യകാരന്മാരുണ്ട്. കേട്ടിട്ടാണ് പണ്ടൊക്കെ ഈ കാര്യങ്ങള്, കേൾവിയിലൂടെയാണ് പണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് മുഹമ്മദിന്റെ കവിത പാടവത്തെ കുറിച്ചല്ല. പിന്നെ മുഹമ്മദിന്റെ ഒരു പൊളിറ്റിക്കൽ കൾട്ട് രൂപീകരിക്കുന്നതിൽ മുഹമ്മദ് അസാമാന്യമായിട്ടുള്ള കൗശലം പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടം പോലെ കൗശലങ്ങൾക്ക് നമുക്ക് ഉദാഹരണങ്ങളുണ്ട്, ഇഷ്ടം പോലെ. ഏറ്റവും ഉദാഹരണത്തിന് നമ്മളെ നിസ്കാരം സമ്മാനം വാങ്ങാൻ വേണ്ടി മറ്റേ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ എന്താ ആകാശത്ത് കൊണ്ടല്ലോ. പോയിട്ട് വരുന്ന വഴിയില് ആരെയാ കാണുന്ന? മൂസാ നബീനെ അല്ലേ? കുതിരപ്പുറത്തൊക്കെയാണോ? കുതിരയും മനുഷ്യനും കഴുതി എല്ലാം കൂടെ ഒരു സങ്കര ഇനം, ബുറാക്ക് അല്ലെ അതിനെ പറയാ. അതിന്റെ പുറത്ത് പോയിട്ട് വരുമ്പോഴേ, നിസ്കാരം കൊണ്ട് വരുമ്പോ അത് മുഹമ്മദ് നബീനെ സഹായിക്കാൻ വേണ്ടി വഴിയുന്ന ഒരാള് സഹായിക്കേണ്ടത് ആരാ? അതാരാ? മൂസാ നബി അല്ലേ? അതെന്താ മൂസാ നബി ആയത്? എന്താ ഇബ്രാഹിം നബി അല്ലേ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ആള്? ഓരോ നബിമാരെയും കണ്ടു. എന്തേ മൂസാ നബീനെ പിക്ക് ചെയ്ത്? അത് പോട്ടെ. ഇനി അള്ളാഹുവിന്റെ ഇപ്പൊ നമ്മളെ സിംസാറിലൊക്കെ വയലൊക്കെ കേട്ട് നോക്കിയാല് പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റ് ഞാനൊന്ന് ശരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാണ്. മക്കയിൽ നിന്നാണ് മുഹമ്മദ് പോകുന്നത് ആകാശത്തോട്ട് അല്ലെ?
അതെ. എന്തിനാ അങ്ങോട്ട് മക്കയിൽ പോയത്? നിന്നല്ല, മക്കയെന്നല്ലേ? ശരിക്കും മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോയി അതാ ഞാൻ അവിടുന്ന് പറഞ്ഞത്. എന്തിനാ ആണ് ജെറുസലേമിൽ പോണ? അള്ളാന്റെ അർശ് നേരെ മക്കന്നെ കാബിന്റെ മുകളിലല്ലേ? ആ ജെറൂസലേമിലാണ് മറ്റേ ഇതുള്ളത്, എന്താണ്, എന്തുള്ളത്? മസ്ജിദുൽ അന്ന് മസ്ജിദ് അക്സ. ഒന്നും ഇല്ല അവിടെ. മസ്ജിദുൽ അക്സ ഇല്ല, അവിടെ എന്ന് അങ്ങനെ ഒരു പറയുന്ന പള്ളിയൊന്നും സാധനം. ഇല്ല. അങ്ങനെ ഒരു പള്ളിയുണ്ട്. ഇല്ല, അന്നില്ല. മുഹമ്മദ് പോണ സമയത്തില്ല, പോയി എന്ന് പറയപ്പെടുന്ന സമയത്തില്ല. അപ്പൊ എന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ, അതായത് ആ അവിടെയാണ് ആ ആ ആ പറഞ്ഞുതരാം. നമ്മുടെ അതാ പറഞ്ഞുതരാം. അതാണ് ഈ രാഷ്ട്രീയക്കാരന്റെ കൗശലം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതായത് മക്കയിൽ 13 കൊല്ലം, ഏകദേശം 11 കൊല്ലത്തോളം നോക്കിയിട്ടും കാര്യമായ പ്രതികരണമില്ല ഇസ്ലാമിനോട്. അപ്പോ ഖുറൈശികളുടെ അള്ളാഹും ഖുറൈശികളുടെ കഅബയും വെച്ചിട്ടുള്ള കളികൾ കൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടുന്നില്ല. ആളുകൾ ഇതിനകത്തേക്ക് ആകൃഷ്ടരാകുന്നില്ല. ഖുറൈശികളുടെ അള്ളാഹു, ഖുറൈശികളുടെ വിശ്വാസത്തിലുണ്ടായിരുന്ന അള്ളാഹു, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഖുറൈശികളുടെ ദൈവസങ്കല്പമായ അള്ളാഹുവിനെയാണ് മുഹമ്മദ് എടുത്തത്. അവരുടെ ദൈവസങ്കല്പത്തിൽ അള്ളാഹു എങ്ങനെയാ? ആ ഖുറൈശികളുടെ ദൈവസങ്കല്പത്തിൽ അള്ളാഹുവാണ്. അതല്ലാത്തൊരു ദൈവസങ്കല്പത്തിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് വേറെ ചരിത്രത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. ഖുറൈശികളുടെ ദൈവസങ്കല്പമാണ് അള്ളാഹു. പറയുന്നേക്ക് മുഹമ്മദ് നബിയുടെ ശത്രു ഖുറൈശികളല്ലേ? ഖുറൈശികളുടെ ദൈവസങ്കല്പമായ അള്ളാഹുവിനെ പറഞ്ഞുതരാം. ഖുറൈശികളുടെ ദൈവസങ്കല്പമായ അള്ളാഹുവിന്റെ പ്രത്യേക വഹി ലഭിക്കുന്ന പ്രവാചകനാണ് ഞാൻ എന്ന അവകാശവാദമായിട്ടാണ് മുഹമ്മദ് ഖുറൈശികളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് 10-13 കൊല്ലം. ആ പ്രവാചകത്വം പ്രൂവ് ചെയ്യാൻ കഴിയാതെ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഖുറൈശികള്, മക്കക്കാരായിട്ടുള്ള മുശ്രിക്കുകൾ മുഹമ്മദിന്റെ ഈ പ്രവാചകത്വം തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും അത് അങ്ങനെ പറയുകയും തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് വിശ്വസിക്കുന്നില്ല. കേട്ടോളൂ, അങ്ങനെ അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. കുറച്ചുകൂടി നല്ലൊരു പ്രദേശം, ഈ മതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്രദേശം നോക്കി നിൽക്കുന്നു. മദീനയിൽ നിന്ന് ചില നല്ല സൂചനകൾ വരുന്നു. അപ്പൊ മദീനയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. മദീനയിലെ നോക്കുമ്പോൾ മദീനയിലെ പ്രബല വിഭാഗങ്ങൾ, കുറച്ച് അറബ് വിഭാഗം കഴിഞ്ഞാൽ അവിടുത്തെ പ്രബല വിഭാഗം ജൂതഗോത്രങ്ങളാണ്. പ്രധാനപ്പെട്ട കുറെ ജൂതഗോത്രങ്ങളുണ്ട് അവിടെ. അപ്പോ അത്രയും കാലം ഈ എന്താ പറയാ മക്കയിൽ നടക്കാത്ത ഒരു കാര്യം മദീനയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ള ഒരു നാടകമാണ് ഈ ആകാശയാത്രയും. അതിനുവേണ്ടി ജെറുസലേമിലേക്ക് പോകുന്നതും, ജെറുസലേമിൽ നിന്ന് ആകാശത്തേക്ക് പോയിട്ട് അള്ളാഹു നിസ്കാരം, എന്താ സമ്മാനം കൊടുത്ത നിസ്കാരം ഒരു നമ്മൾ മുസ്ലിങ്ങൾ ഇപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരം അതിന്റെ മറ്റൊരു ഫോമില് ജൂതന്മാരുടെ ഇടയിലുള്ള സാധനമാണ്. അത് ദൈവം സമ്മാനം കൊടുക്കുന്നു. അതുമായിട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ മൂസാ നബി വഴിയിൽ സഹായിച്ചിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് പിന്നെയും ഇടപെടുന്നു. എന്നിട്ട് 50 റക്അത്തും കൊണ്ട് വന്ന 50 വഖത്ത് കൊണ്ടുവന്ന നിസ്കാരത്തിന് മൂസാ നബി പ്രത്യേകം ഇടപെട്ട് അത് 5 വഖത്ത് വരെ എത്തിച്ചിട്ട് മുഹമ്മദ് നബി തിരിച്ചു വരുന്നു. ഇത് ഈ എന്താ പറയാ ഈ തന്റെ മതത്തിലേക്ക് ജൂതന്മാരെ ആകർഷിക്കാനുള്ള ഒരു ഡ്രാമയായിരുന്നു. അതും കാര്യം അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ കൊണ്ടുവന്ന നിസ്കാരം കൊണ്ട് നിസ്കരിക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഖിബില അതായിരുന്നു അല്ലേ? എന്നിട്ട് ഈ മദീനയിൽ ജൂതന്മാരോട്ട് ഈ പരിപാടിയൊക്കെ നോക്കി നടന്നില്ല. ജൂതന്മാരോട് തെറ്റി. ജൂതന്മാരോട് കശപിശ ഉണ്ടായതിന്റെ പിന്നാലെയാണ് ഈ നിസ്കാരത്തിന്റെ ഖിബില വീണ്ടും കഅബയിലേക്ക് മാറ്റുന്നത്. അപ്പൊ മുഹമ്മദ് ഭയങ്കരമായ രാഷ്ട്രീയ കൗശലം പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. ഭയങ്കര കുതന്ത്രശാലിയാണ്. ഈ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ആളാണ്. അതിലൊന്നും ആർക്കും സംശയമല്ല. പക്ഷെ അതൊന്നും ഈ ദൈവവും സങ്കല്പമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പൊളിറ്റിക്കലാണ്. ഇതൊരു പൊളിറ്റിക്കൽ കൾട്ടാണ്. ഒരു പൊളിറ്റിക്കൽ ഒരു വളർച്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു അധികാര സ്ഥാപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ നിലനിർത്താൻ വേണ്ടി അന്നും ദൈവത്തിന്റെ പേരും പറഞ്ഞ് പഠിപ്പിച്ച ഒരു സെറ്റ് ഓഫ് റൂൾസ്, അതാണ് ഇസ്ലാം മതം എന്ന രീതിയിൽ ഇന്ന് ലോകത്തെമ്പാടുള്ളത്. മുഹമ്മദ് നബി 40-ാം വയസ്സ് മുതൽ 63-ാം വയസ്സ് വരെ അല്ലേ ഈ പരിപാടി ചെയ്തിട്ടുള്ളൂ. അതിനു മുന്നേ അതിന് മുന്നത്തെ മുഹമ്മദ് നബിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അതിന് മുമ്പത്തെ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട് എവിടെയല്ലോ? കുറച്ചൊക്കെ അറിയാം. എവിടെ? ഇല്ല. മുഹമ്മദ് നബിയുടെ
14 വയസ്സിന് ശേഷം അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള മുഹമ്മദ് നബിയുടെ 40 വയസ്സുള്ള ചരിത്രം ഒക്കെ എവിടെ കിട്ടും? അത് എനിക്കറിയില്ല. അത് സീറ അങ്ങനെയൊക്കെ സീറയിൽ പറഞ്ഞിട്ട് കിട്ടൂല, കുറെ ചരിത്രങ്ങളുണ്ട്. കിട്ടൂല. മുഹമ്മദ് ഇല്ല, മുഹമ്മദ് ഇല്ല. നബിയുടെ അതൊക്കെ ചരിത്രങ്ങൾ ഉണ്ട്. 2, 3, 4 സംഭവങ്ങൾ വിവരിച്ച് എഴുതി വെക്കുക എന്നതിനപ്പുറത്തേക്ക് അത്ര ചരിത്രമൊന്നും ഇല്ല, അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് 40 വയസ്സ് വരെ ഇതിനൊക്കെ മുഹമ്മദ് നബി മാന്യമായിട്ട് ജീവിച്ചു എന്നുള്ളത് 41-ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതത്തിന് തെളിവല്ല. അല്ലല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. 40-ാം വയസ്സ് മുതലല്ലേ ഈ പിന്നെ അതെ, മതത്തിന്റെ ഇത് അതെ, അതെ, അതെ. തുടങ്ങിയിട്ടുള്ളൂ. ലഭ്യമായ ചരിത്രം അനുസരിച്ചിട്ട് അതില് അതെ. അതില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല. നമ്മളിപ്പോ അപ്പൊ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ പ്രമാണം 23 നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങളല്ലേ നമ്മൾ ചരിത്രത്തിന്റെ ഇതായിട്ട് എടുക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. 40-ാമത്തെ വയസ്സിലാണ് ഈ പ്രവാചകത്വ അവകാശവാദമായിട്ട് മുഹമ്മദ് ഇറങ്ങിയത്. അപ്പോ പിന്നെ ഈ ഖുർആൻ മുഹമ്മദ് തന്നെ മുഹമ്മദ് ഉണ്ടാക്കിയതാണെന്നുള്ള ഖുർആൻ എന്നൊരു സാധനം തന്നെ അഭിപ്രായക്കാരനാണോ? കണ്ടിട്ടില്ല. മുഹമ്മദ് ഇങ്ങനെ ഒരു ഗ്രന്ഥമാക്കപ്പെട്ട രീതിയിൽ ഒരു ഖുർആനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അതവിടെ ഇരിക്കട്ടെ, ഗ്രന്ഥം അല്ല, അവിടെ ഇരിക്കട്ടെ. അല്ല, നിങ്ങളിപ്പോ നിങ്ങൾ ഊറ്റം കൊള്ളുന്ന ഈ ഖുർആൻ കണ്ടന്റ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോ കൈ പിടിച്ചിട്ട് ഊറ്റം കൊള്ളുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഖുർആൻ മുഹമ്മദ് സങ്കല്പിക്കുകയോ പറഞ്ഞേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. തെളിവ് ഹദീസിലുണ്ട്. എന്താണ് അതിലുള്ള തെളിവ് ഹദീസില്? ഹദീസിലുണ്ട്. പറയ്, എന്താണ് ഇങ്ങനെ ഒരു ഹദീസില് ഗ്രന്ഥ പറയുന്നത്? രൂപത്തിലാക്കുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ച ആള് ഉമറാണ്. അബൂബക്കറിനോടാണ് ഉമർ ഈ കാര്യം പറയുന്നത്. ഏതിനാ ഗ്രന്ഥരൂപത്തിലാക്കുന്നത്? ഈ ഖുർആനിനെ ഇങ്ങനെ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് മുഹമ്മദ് അല്ല, ഉമറാണ്. ഓക്കെ. അപ്പോഴും അതിലെ കണ്ടന്റ് പറയട്ടെ. കണ്ടന്റിന്റെ കഥയാണ് ഈ പറയണേ. അപ്പൊ ഉമർ അബൂബക്കറിനോട് പറയാണ്, ഈ റിദ്ദ വാറിന് ശേഷം കുറെ ആൾക്കാർ, ഹാഫിളീങ്ങളായിട്ടുള്ള കുറെ ആൾക്കാർ മരിച്ചുപോയി. മുഹമ്മദിന്റെ കാലത്താ? മുഹമ്മദ് നബിയുടെ കാലത്താ? അല്ല, മുഹമ്മദ് നബിയുടെ മരണത്തിന് തൊട്ട് അവിടെ പിന്നാലെയാണല്ലോ റിദ്ദ വാർ ഉണ്ടാവുന്നത്. മുഹമ്മദിന്റെ മരണത്തോടു കൂടി കുറെ ആൾക്കാർ ഇനി മുസൈലിമയാണ് പ്രവാചകൻ എന്നിട്ട് അങ്ങനെ പോയില്ലേ. അപ്പൊ പോയവരെ, മതം വിട്ട് പോയവരെ, വകുപ്പ് മാറി പോയവരെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അബൂബക്കർ ആദ്യമായിട്ട് യുദ്ധസന്നാഹം ഒരുക്കിയിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് ഈ മുർത്തദ്ദായി പോയ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് റിദ്ദ വാർ എന്ന് പറയുന്നത്. ആ റിദ്ദ വാറിൽ ഇരുപക്ഷത്തും ആൾക്കാർ മരിച്ചു, മുസൈലിമയെ വധിച്ചു. അപ്പോ ഒരുപാട് ഹാഫിളീങ്ങള് ഖുർആൻ മനപ്പാടാക്കിയ കുറെ ആൾക്കാർ മരണപ്പെട്ടു. അപ്പൊ പറയട്ടെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങള് ഇത് മനപ്പാടമാക്കിയിരുന്ന കുറെ ആൾക്കാർ. ആയിക്കോട്ടെ, പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടല്ലേ. അത് മനസ്സിലാവണല്ലോ, നമുക്കിത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാവണം. അതാണ്. അപ്പോ പിന്നെ പിന്നെ കേൾക്കും, പേടിക്കണ്ട. അപ്പൊ ഇതിന് ശേഷം ഈ പിന്നെ ഉമറാണ് വന്നിട്ട് അബൂബക്കറിനോട് പറയുന്നത്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് ഖുർആൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാവും. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞ ഈ വചനങ്ങളെ മൊത്തത്തിലാണ് പറയണത്. ഇതിനെ ഗ്രന്ഥരൂപത്തിലാക്കണം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്, ക്രോഡീകരിക്കണം, ഇത് രേഖപ്പെടുത്തി വെക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് ഉമർ അബൂബക്കറിനോട് വന്നതിന് ശേഷമാണ്. അപ്പൊ അബൂബക്കർ പറഞ്ഞ മറുപടിയാണ് അതിലേറ്റവും പ്രധാനം. വല്ലാഹി, ഇങ്ങനെ ഒരു കാര്യം, നബി ചെയ്യാൻ പറയാത്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് സമ്മതമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ഖുർആൻ, ഇപ്പൊ നിങ്ങൾ കൈ പിടിച്ച് നടക്കുന്ന പോലത്തെ ഒരു മുസാഫ് രൂപത്തിൽ, ഒരു ഗ്രന്ഥരൂപത്തിൽ ഇങ്ങനെ ഗ്രന്ഥമായിട്ട് ഖുർആൻ എഴുതി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് മുഹമ്മദ് നബി ആലോചിച്ചിട്ട് പോലുമില്ല. അനുചരന്മാരോട്, അബൂബക്കർ സിദ്ദീഖിനെയും അറിയണ്ടേ, അബൂബക്കറിനോട് അറിഞ്ഞിട്ടില്ല. അബൂബക്കർ നബി അങ്ങനെ പറഞ്ഞു ഏൽപ്പിക്കാത്തൊരു കാര്യം ചെയ്യാന് പറ്റൂല എന്നാണ് വിസമ്മതം പറയുന്നത്. പിന്നെ ഉമറിന്റെ നിർബന്ധത്തിനാണ് ഈ സംഭവം ക്രോഡീകരിക്കാൻ തീരുമാനിക്കുന്നതും. അങ്ങനെ ഈ പിന്നെ ഖുർആൻ ഇങ്ങനെ അവിടെ ഇവിടെ എഴുതി വെച്ചിരുന്ന ആളുകളിൽ പ്രധാനിയായിട്ടുള്ള ഒരാളെ വിളിച്ചു വരുത്തുന്നു. അയാളോട് ഈ ആവശ്യം പറയുമ്പോൾ അയാളും പറയുന്നത് ഇതേ വചനമാണ്, അബൂബക്കർ പറഞ്ഞ അതേ കാര്യം, നബി പറയാത്തൊരു കാര്യം. അതെ. അപ്പോ എങ്ങനെ? അതെ, ഇങ്ങനെ നബി പറയാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെ, അങ്ങനെ തന്നെ. നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന സാധനം ഇന്ന് കാണുന്ന രീതിയിൽ ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അതായത് അയാള് പറഞ്ഞത്, ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ കാര്യം ചെയ്യാൻ ഖുർആൻ എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിലാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ.
ഒന്ന്, മുഹമ്മദ് ആ നബിക്ക് അള്ളാഹു വഹി കൊടുത്തു എന്ന് പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞതൊക്കെ ഖുർആനാണ്, അതെ അല്ലേ? അതൊക്കെ അതെ ഖുർആനാണ്. അതാണ് ഖുർആൻ എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിപ്പോ ഖുർആൻ അതെ എന്ന് പറയുന്നത് ഈ വചനങ്ങളെല്ലാം ക്രോഡീകരിച്ച ഒരു പ്രത്യേക ഗ്രന്ഥത്തെയാണ്. അല്ല, അതിലെ കണ്ടന്റിനെയാണ് അതാ പറഞ്ഞത്. ഖുർആൻ അല്ല, പറയുന്നത്. ഈ വചനങ്ങൾ ക്രോഡീകരിച്ച ഒരു സോറി, കുറച്ച് busy ആയി. ആ പറഞ്ഞോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞത്? അപ്പൊ മുഹമ്മദ് പറഞ്ഞതാണ്. ഓക്കെ. ആ ഒരു നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അതിന്റെ അർത്ഥം അറിയാം എന്റെ സുഹൃത്തെ, എന്താ നിങ്ങൾ വേദവേ? പോയിന്റ് പറയും? നിങ്ങൾ ഈ ചെറിയ 2ാം ക്ലാസ്സിലെ അതിന്റെ കുട്ടികളോട് അർത്ഥം അറിയാം. സംസാരിക്കുന്ന പോലെ ആ സംസാരിക്കരുത്. ഫസ്റ്റ് ആ ചെറിയ ആ ഒരു സൂറത്തിന്റെ അർത്ഥം അറിയാം. അതാ സൂറത്തല്ല, അതൊരു ആയത്താണ്. എന്നിട്ട് ആയത്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്കും അറിയില്ലേ? എനിക്കറിയാം. പിന്നെന്താ, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളെ പോയിന്റ് എന്താ പറഞ്ഞോളി. അതിലെ ആ കണ്ടന്റ് പറയാൻ പറ്റിയ ഒരാളാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാ ദൈവത്തെ സങ്കല്പിക്കുകയും ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് പറയുകയും ദൈവം എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവർ മുഴുവൻ ഈ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കണ്ണൂർ സൈഡിലൊക്കെ ദേവി കയറും മേത്ത്. അവിടെ പോയാൽ അവിടെ ദൈവം സംസാരിക്കും. അത് വെളിച്ചപ്പാടിന്റെ വായിലൂടെ വരും, അല്ലെങ്കിൽ തുള്ളുന്ന ആളുടെ വായിലൂടെ വരും. അത്രേ ഉള്ളൂ ഇത്. അപ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ നിന്നെ സൃഷ്ടിച്ച നിന്റെ പിന്നെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് ദൈവം പറഞ്ഞു എന്നാണ് പറയാണ്. അല്ലാതെ അത് സ്വന്തമായിട്ട് പറയാണ്. അപ്പൊ ദൈവത്തിന്റെ ആളാണ്. എങ്ങനെ ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക. അതന്നെ, വായിക്കാന്നാണ്. പറയുന്ന ആളാരാ? അതായി പറഞ്ഞ സുഹൃത്തെ, ഇത് ദൈവം പറയുന്നു എന്ന പേരിൽ മുഹമ്മദാൻ പറയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ വെളിച്ചപ്പാടുമാരും സംസാരിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, പറയുന്ന ആളാരാ? മുഹമ്മദ്. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാള്, അയാളാണ് വായിക്കുക എന്ന് പറയുന്നത്. അതിൽ എന്താ നിങ്ങൾക്ക് ഇത്ര അല്ല അത്ഭുതം? എന്താ? ദൈവം പറയുന്നു എന്ന പേരിലാണ്. ഇനിയിപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എന്ത് കുന്തെടുത്ത് വായിക്കാനാണ്? എന്ത് കുന്തെടുത്ത് വായിക്കാൻ പറഞ്ഞത്? ഇഖ്റ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ലേ? വായിക്കുക എന്നാണ്. നിങ്ങൾ ഈ ചെറിയ സാധനത്തുമ്പോ വെറുതെ കിടന്ന് പെനയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കോറായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ? ഇത് മുഹമ്മദ് ദൈവം എനിക്ക് ദൂതനെ പറഞ്ഞ, ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ മുഹമ്മദിനെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ആയത്തൊക്കെ ഖുറാനിലുണ്ട്, തിരുത്തുന്ന ആയത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ മുഹമ്മദിന്റെ തന്നെ ആണെങ്കിൽ മുഹമ്മദ് തന്നെ മുഹമ്മദിനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമോന്നാ ചോദിക്കാം. അത് ഇതിനെക്കുറിച്ച് ഇതിന്റെ ABCD മനസ്സിലാവാത്ത പ്രശ്നമാണ്. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് ഈ തേൻകുടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട്, തേൻകുടി സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഹഫ്സയുടെ വീട്ടിൽ നിന്നുള്ള പ്രശ്നം. അപ്പോ മുഹമ്മദ് പറയുന്നുണ്ട് ഇനി മുതൽ എനിക്കത് ഹറാമാണ്. അപ്പൊ തന്നെ അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുന്നുണ്ട്, അള്ളാഹ് അനുവദിച്ചൊരു കാര്യം മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് നീ ഹറാമാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അള്ളാഹ് അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് തന്നെ ഇത് പറയുമെന്നാണ് സുഹൃത്തെ. ഇതാണ് ദൈവത്തിന്റെ സ്വന്തം ആളെന്ന രീതിയിൽ തനിക്ക് വേണ്ടത് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന വെളിച്ചപ്പാടുമാരുടെ സംസാര ശൈലി ഇതാണ്. അപ്പൊ അവര് ചീത്ത പറയും, അവര് ആശ്വസിപ്പിക്കും, അവര് സമാധാനിപ്പിക്കും. ഇതേ ദൈവമാണ് പിന്നെ കട്ടിലിന്റെ അവിടേക്ക് കാലിങ്ങനെ എടുത്തു വെച്ചപ്പോ, വാതിൽപ്പാളിയുടെ അവിടെ കാല് ചവിട്ടിയപ്പം ആയത്തിറക്കിയത് പിന്നെ സൈനബിനെ നിക്കാഹ് ചെയ്ത് കൊടുത്തു പറഞ്ഞിട്ട്. അതേ അള്ളയാണ് പിന്നെ സൈനബിന്റെ കല്യാണത്തിന് രാത്രി വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ വട്ടം കൂടി നിന്നപ്പോ ആയത്തിറക്കിയത് എന്ത്? നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ വരിക, തിന്നിട്ട് വേഗം പോവുക. അവിടെ ഇങ്ങനെ വട്ടം കൂടി നിന്ന് വർത്താനം പറഞ്ഞ് പ്രവാചകന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നബിക്ക് അത് പറയാൻ നാണാണ്, എനിക്കത് പറയാൻ ലജ്ജയൊന്നുമില്ല എന്നിട്ട് ആയത്തിറങ്ങിയത്. ഇത് മുഹമ്മദിന്റെ ആവശ്യമാണ്. മുഹമ്മദിന്റെ ആവശ്യത്തിനനുസരിച്ച് മുഹമ്മദിന്റെ അള്ളാഹു ആയത്തിറക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. ചില സമയത്ത് ഉമർ നിർബന്ധിച്ചാലും ആയത്തിറങ്ങും, അത്രേ ഉള്ളൂ. അലി കളിയാക്കിയാലും ആയത്തിറങ്ങും. ഇങ്ങനെ പല ആയത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവം പിന്നെ അയച്ചു തരുന്ന ദൂതാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ആ ഭാവത്തിൽ സംസാരിക്കുന്ന ആളുകളുടെ ഭാഷാപ്രയോഗം തന്നെ അതിനകത്തുള്ളൂ. അതിനകത്ത് വേറെ നിങ്ങൾക്ക് അത്ഭുതിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ പരിശോധിക്കുന്ന എന്താ? ഇതിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റിയാണ്. ഈ കണ്ടന്റിന്റെ ക്വാളിറ്റി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും അതേപോലത്തെ ആ കാലഘട്ടത്തിലുള്ള ഗോത്ര നിയമങ്ങൾക്ക് പോലും നിരക്കാത്തതുമായിട്ടുള്ള
അത്രയും മോശമായിട്ടുള്ള ഒരു ഗോത്രത്തലവന്റെ ഇംഗിതങ്ങൾ മാത്രമാണ്. ഒരു ഗോത്രത്തലവൻ പറയുന്ന വാക്കുകളായി അത്രേ ഉള്ളൂ. ബിസ്മി റബ്ബിക്കൽ സ്ഥലത്ത് അത്രേ ഉള്ളൂന്ന്. അത് ഗോത്രത്തലവന്റെ അങ്ങനെ ബിൽഡപ്പാണ്. തോന്നിയില്ല. അതെ, അങ്ങനെ തോന്നിയില്ല. ഗോത്രത്തലവന്റെ ബിൽഡപ്പാണ്. അതായത് ഈ വചനങ്ങളൊക്കെ അവതരിച്ചു എന്ന് പറയുന്നത് ആരാണ്? ആരാണ്? ആരാ പറഞ്ഞത്? മുഹമ്മദ് നബി അല്ലെ? ആ ഈ ഹിറാ ഗുഹയിൽ മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അതെ. അല്ലെ? അപ്പം ഉം. ഇന്നതൊക്കെ സംഭവിച്ചു എന്ന് മുഹമ്മദ് പറയുന്നു, തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. ഉം. ആ അപ്പൊ ഒരാളെ സംബന്ധിച്ച് അയാളുടെ പ്രവാചകത്വം സ്ഥാപിക്കാൻ വേണ്ടി പല ബിൽഡപ്പ് കഥകളും പറയും. അതിലിപ്പോ എന്താ അത്ഭുതം? ആ അങ്ങനെയാണല്ലോ ഇത് സ്ഥാപിക്കുന്നത്, പ്രവാചകത്വം സ്ഥാപിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുഹമ്മദ് ആ നബി ഹിറാ ഗുഹയിൽ പോയിരുന്നു. ആ. അവിടേക്ക് കഞ്ഞിയും പയറും കൊണ്ട് പോയത് ആരാ? മീൻസ് ഫുഡും കൊണ്ട് കൊടുത്ത ആരാ? എനിക്കറിയില്ല, ഫുഡ് കൊണ്ടുപോയിട്ടില്ല എന്നോ എനിക്ക് തോന്നുന്നത്. ഖദീജയാണ് ഭക്ഷണമായിട്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നത് അവിടെ മുകളില്. ഖദീജ അതെ. എന്തിന്? എന്തിനായിരുന്നു? ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഈ 30 ദിവസോ 40 ദിവസോ എന്തോ കണക്കുണ്ട്. അത്രയും ദിവസം ഈ ഹിറാ ഗുഹയിൽ പോയിട്ട് മുഹമ്മദ് നബി എന്തും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മുഹമ്മദ് നബിക്ക് മുൻപേ അള്ളാഹ് മെസ്സേജ് അയച്ചിരുന്നോ, നിങ്ങൾ ഗുഹയിൽ പോയി ഇത്ര ദിവസം ഇരിക്കുക, അപ്പൊ ഞാൻ ജിബ്രീലിനെ പറഞ്ഞേക്കാന്ന്? അല്ല, ഗുഹയിൽ പോയി എന്തിനാ നിങ്ങൾ പറയും. ഇതേപോലെ മലയുടെ മുകളിൽ മുമ്പ് പ്രവാചകത്വം അവകാശപ്പെട്ട് വന്നവര്, ദൈവത്തിന്റെ മെസ്സേജ് കിട്ടിയവര്, ദൈവത്തിന്റെ ഉപദേശം കിട്ടിയെന്ന് കഥയുള്ളവരൊക്കെ പലരും മലയുടെ മുകളില് പൊത്തിലും മലയുടെ മുകളിലും ഒക്കെ കയറി കുത്തിയിരുന്ന കഥ അത് എന്താ പറയാ, ഈ ഗ്രീക്ക് കഥകളിലുണ്ട്, തോറയുടെ കഥയിലും ഉണ്ട്. അതിന്റെ ഒരു കോപ്പി. ശരി, നിങ്ങൾക്ക് ഈ മുഹമ്മദ് നബി അതാ ഞാൻ ചോദിക്കണം, മുഹമ്മദ് നബി 40 വയസ്സ് മുമ്പ് എവിടെയായിരുന്നു, എന്തെടുക്കായിരുന്നു? നിങ്ങൾക്കറിയോ? എന്തായിരുന്നു പണി? കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. കച്ചവടം എവിടെയായിരുന്നു ചെയ്തിരുന്നത്? ആ കഅബന്റെ അപ്പുറത്ത് ഒരു ഇത് ചായ്പ് കെട്ടിയിട്ട് അവിടെയായിരുന്നു? അല്ല, അവിടുന്ന് സിറിയയിലേക്കോ ആ ഭാഗത്തൊക്കെ പോയിരുന്നു. ഏ ഭാഗത്തൊക്കെ? അങ്ങനെ എന്തോ ആണ്. അന്ന് അറേബ്യൻ ട്രേഡ് റൂട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളല്ലേ? അതെ. അപ്പൊ ട്രേഡ് റൂട്ടില് അറേബ്യൻ മക്കയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമേ പോകുള്ളൂ, അത് ബാക്കിയുള്ള പ്രദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുമോ കച്ചവട മേഖലകളിലേക്ക്? അങ്ങനെയാണ് അന്നത്തെ കാലത്തെ അറിവുകളും കഥകളൊക്കെ കൈമാറുന്നത്. കച്ചവട യാത്രകളുടെ ഇടവേളകളും യാത്രയിൽ തമ്പടിക്കുന്ന രാത്രികളും ഇതൊക്കെ ഇങ്ങനെയാണ്. അല്ലാതെ അന്ന് മൊബൈലൊന്നും ഉണ്ടായില്ലല്ലോ തോണ്ടി കളിക്കാൻ. കച്ചവട ആവശ്യത്തിന് യാത്ര ചെയ്യുമ്പോ കഥകളൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? അത് പറയേ. 6-ാം നൂറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ ഒരെണ്ണങ്ങൾ പറഞ്ഞോളി, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. വെറുതെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ ഖുർആനിലെ ഒരു സൂറത്ത് പോലെ വേറൊരു സൂറത്ത് ഉണ്ടാക്കാൻ കഴിയൂല. അത് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഇപ്പൊ എന്താ പറയാ, ജി ശങ്കരപിള്ളയുടെ ഒരു കവിത പോലെ ഒരു വേറെ കവിത ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഖുർആന്റെ മാത്രം പ്രത്യേകതയല്ല. നിങ്ങൾക്ക് ഷേക്സ്പിയർ നാടകം പോലെ ഒരു നാടകം എഴുതാൻ പറ്റുമോ? പറ്റൂല. അതിന് തുല്യമായത് പോലെയല്ല, തുല്യമായത് പറ്റുമോ? തുല്യമായത്, ഇതിന് തുല്യമായത്. ഈ ക്വാളിറ്റി ഉള്ള തുല്യമായത്. ഒരു വസ്തുവിന് തുല്യമായ മറ്റൊന്നില്ല, ഉണ്ടാവില്ല. തുല്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല അവിടെ. പിന്നെ അല്ല, അതിന്റെ ആശയവും അതിന്റെ അകക്കാമ്പുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഇന്നത്തെ കാലത്ത് എടുത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സാധനമാണ്. ഖുർആനിലെ ഒരു സാമൂഹ്യ നിയമവും രാഷ്ട്രീയ നിയമവും ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ല. എല്ലാം കാലഹരണപ്പെട്ടതും സ്ത്രീ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധമാണ്. അതില് നിയമങ്ങൾ മാത്രല്ല, പലതും ഉണ്ട് അതില്. അപ്പൊ ഖുർആനില് ഒരെണ്ണം ഇന്നത്തെ കാലത്ത് എടുത്ത് ഉപ്പ് നോക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ്? ഈ കാലത്തിന് യോജിക്കാത്ത ഒരു വചനം അതിനകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അവകാശവാദം പളിഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നും. അത് നിങ്ങളൊരു ക്ലെയിം വെക്കുന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി സമയം കളയല്ലാതെ നിങ്ങൾ ഖുർആനെ കുറിച്ച് നിങ്ങൾ മുന്നോട്ടൊരു ക്ലെയിം വെക്കുന്നില്ല. അപ്പോഴല്ലേ നമുക്ക് അതിനെ സംസാരിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, നിങ്ങളിപ്പോ ഇത് റെക്കോർഡും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. റെക്കോർഡ് ചെയ്യും. ഈ ഖുർആൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ സ്വകാര്യം പറയേണ്ട ഒരു കാര്യത്തിലില്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യക്തി സംഭാഷണമേ അല്ല. സ്വകാര്യ ഇത് സംഭാഷണത്തിന്റെ ഒരു എന്റെ സാധ്യതയില്ല. കൺസെന്റ് ഇല്ലാതെ ഇത് പബ്ലിക് പബ്ലിഷ് ചെയ്യും, പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ഇടാൻ ചെയ്യും, പറ്റില്ല പബ്ലിഷ് കേട്ടോ. ചെയ്യും. എന്റെ കൺസെന്റ് ഇല്ലാതെ നിങ്ങൾ കൺസെന്റ് തന്നാൽ തന്നതേ പബ്ലിഷ് ചെയ്യും. അങ്ങനെ അതിനുള്ള അവകാശം ഇത് ഇന്ത്യൻ ഗവൺമെന്റ് തരുന്നുണ്ട്. അതല്ല, ഈ കോള് തുടങ്ങുന്നതിന് മുമ്പും അതിന്റെ മെസ്സേജിലും ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു. കോള് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു എന്റെ കോളുകൾ റെക്കോർഡഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ കോളുകൾ മുഴുവൻ കേൾക്കുന്നതല്ലേ, ഇതെല്ലാം റെക്കോർഡഡ് ആയിരിക്കും നിങ്ങൾക്കും അറിയാം. ഇത് പബ്ലിഷ് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്, അതെ, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളോ വിവരങ്ങളോ രഹസ്യ വിവരങ്ങളോ ഒന്നുമല്ല. അപ്പൊ അതിൽ പബ്ലിഷ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഖുർആനിലെ ഒരു ഏറ്റവും ചെറിയൊരു സൂറത്ത് എടുത്താൽ, ഞാൻ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്ന്, സൂറത്തുൽ കൗസർ വളരെ ചെറിയൊരു സൂറത്താണ്. അതുപോലെ ഒരു സൂറത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സൂറത്ത് എന്നല്ല, അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റില്ല. അത് ഒന്നിന്റെയും പറ്റില്ല. അതുപോലെ ആവണമെങ്കിൽ അതാവണം. ഒന്നിന്റെയും പറ്റില്ല. അത് നിങ്ങൾക്ക് ഒന്നാമത് ഇതിനെ കുഞ്ഞുണ്ണി മാസ്റ്റർ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുന്നൊരു കുഞ്ഞുണ്ണി കവിത ഉണ്ട്. അതിന് അതുപോലെ ഒരു കവിത നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അതുപോലെ എന്നല്ല, അതുപോലത്തെ എഴുതാൻ പറ്റില്ല. മറ്റ് എഴുതാൻ പറ്റില്ല. എഴുതിയിട്ടുണ്ട്, വയലാർ എഴുതിയിട്ടുണ്ട്. ഇല്ല, എഴുതിയില്ല. അങ്ങനൊക്കെ ഇല്ല, അതുപോലെ ഒരെണ്ണം എഴുതാൻ പറ്റില്ല. എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ ആശയവും ഈണവും ആശയവും സാഹിത്യ ഭംഗിയൊക്കെ ഉള്ളതാണെങ്കിൽ ഖുർആനിനേക്കാളും മികച്ച സാഹിത്യ സൃഷ്ടികൾ ആ കാലത്ത് തന്നെയും മക്കയിലും പരിസരത്തും സുലഭമായിരുന്നു. ഖുർആന്റെ ആ ഒരു ഇനി അതിന്റെ ആശയമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് ഖുർആൻ ഇന്നത്തെ കാലത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആശയമേ അല്ല. അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ആശയങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യന് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ആ കാലത്തെ ഗോത്ര മനുഷ്യര് പോലും മൂക്കത്ത് വിരൽ വെച്ച പല സംഭവങ്ങളും ഖുർആനിലുണ്ട്. അതിലൊന്നാണ് വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിക്കുന്നത്. വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ. ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ അടിമത്തത്തെ ന്യായീകരിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഭാര്യനെ തല്ലാനുള്ള ആയത്തുണ്ട് ഖുർആനില്. ഇതൊക്കെ മനുഷ്യർക്ക് ധാർമ്മിക ഉപദേശം കൊടുക്കാൻ വേണ്ടി വന്ന ഖുർആനാണെന്ന് ആലോചിക്കണം. എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ നിയമസംഹിതയാണ്. എങ്ങനെ? ഇസ്ലാമിന് മുമ്പേ അടിമത്തം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അറിയാം. ഇസ്ലാമിന് മുമ്പ് ഉണ്ട്, അതിലെന്താ പ്രശ്നം? ഉണ്ട്. അല്ല, ചില ആൾക്കാർ, നിങ്ങളെ പോലെ ആൾക്കാർ ഇസ്ലാമ് ആണ് അടിമത്തത്തെ കൊണ്ടുവന്നത്, ഇസ്ലാമാണ് അതിനെ അങ്ങനെ ഇസ്ലാമാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഇസ്ലാം കൊണ്ടുവന്നൊന്നല്ലല്ലോ. ഇപ്പൊ ദത്ത് ഇസ്ലാം കൊണ്ടുവന്നിട്ടൊന്നും നിരോധിച്ചതല്ലോ. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ. പലിശ അവിടെ ഉണ്ടായിരുന്നല്ലേ. മദ്യപാനം അവിടെ ഉണ്ടായിരുന്നല്ലേ. അടിമത്തം ഉണ്ട്. അതില് അടിമകളെ ഇപ്പം ഇസ്ലാമിലും അനുവദനീയല്ലേ ഇപ്പൊ എന്ത് അടിമത്തം അനുവദനീയമാണെന്ന് പറയുന്നുണ്ടാ? പിന്നെ ഖുറാന്റെ 4:24 വായിച്ച കേക്കട്ടെ. അടിമകളെ മോചിപ്പിക്കാണെന്നല്ലേ പറയുന്നത്? 4:24 വായിക്കാം, നമുക്ക് നോക്കാം. 4:24 അങ്ങനെ വായിക്കണ്ടേ? 4:24 എന്താ ഉള്ളത്? വായിച്ചോളി. അറബി ഓതോ വേണ്ടേ അതോ നിങ്ങളാ മലയാളം പറഞ്ഞാൽ മതി. ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് അറബിയൊന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതെ, കാര്യം മനസ്സിലാവാന്നുള്ളതല്ലേ പ്രധാനം. ഇത് എനിക്ക് തോന്നുന്നു പിന്നെ വിവാഹം കഴിക്കാനുള്ള ആള്, അത് നിയമത്തെ പറ്റി പറയുന്ന ആയത്താണ്. വിവാഹം കഴിക്കണം നിയമോ? ഹലോ, ആരെയൊക്കെ വിവാഹം കഴിക്കാം, ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഇതാണത്. അല്ല, പിന്നെന്താണ്? നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ വിശദീകരിച്ചോളൂ.
അതായത് വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് മറ്റേ ഇതിന് മുന്നത്തെ ആയത്തിന്റെ ബാക്കിയായിരുന്നു. അത് ആയിക്കോട്ടെ, ഇനി വിവാഹം കഴിക്കുന്ന തന്നെ ആയിക്കോട്ടെ, വിവാഹം കഴിക്കുന്ന തന്നെ ആയിക്കോട്ടെ. വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ആയിക്കോട്ടെ, പറഞ്ഞോളൂ. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ അല്ലല്ല, ഒന്നും അതായത് മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ അടിമകൾ ഒഴികെ, അടിമകൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നാ? അടിമകൾക്ക് അതെ, അങ്ങനെയാണ് അതിന്റെ ഇത് വരിക. അതായത് അടിമകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അങ്ങനെയല്ല അർത്ഥം. അപ്പൊ മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളെയും വിവാഹം കഴിക്കാം? അങ്ങനെയല്ല. വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്, നിങ്ങളുടെ അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മലയാളത്തില്? അടിമ സ്ത്രീ മറ്റൊരാളുടെ വിവാഹ ബന്ധത്തിൽ ഇരിക്കുന്നതാണേലും കുഴപ്പമില്ലെന്നല്ലേ? അതെ അല്ലേ? അപ്പൊ ഭർത്തൃമതിയായിട്ടുള്ള അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്നാണോ? അതിൽ വേറൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ഈ അടിമ സ്ത്രീകൾ വിവാഹ സ്ത്രീകളായിട്ട് നിൽക്കൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെ അത് പഠിച്ചോൻക്കല്ലേ അറിയാം, ആയത്തിറക്കി കൊടുക്കുന്ന പഠിച്ചോൻ അറിയില്ലേ? അപ്പൊ അത് ഓക്കെ, ഞാൻ പറയുന്നത് ഈ അടിമ സ്ത്രീകൾക്ക് അങ്ങനെ എന്താ പറയാ, ഭാര്യയും ഭർത്താവും ആയിട്ടായിരിക്കില്ല നിക്കുക. അയാള് അവളുടെ പിന്നെ യജമാനന്റെ കൂടെ ആയിരിക്കും നിക്കുക. ഭർത്താവ് ഉണ്ടാവൂല? അതാ പറയുന്നത്, ഭർത്താവ് ഉണ്ടാവൂല. അതാ. അപ്പൊ പിന്നെ ഇവിടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളുടെ കൂടെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതല്ല. അടിമ സ്ത്രീകൾക്ക് പൊതുവെ ഭർത്താവ് ഉണ്ടാവലുണ്ട്. ആരെ പറഞ്ഞ ഭർത്താവ് ഉണ്ടാവില്ല? അടിമ സ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയ സന്ദർഭം അറിയോ? ഞാൻ പറയുന്നത്, ഈ അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ കൂടെ കഴിയുന്ന സ്ത്രീകളായിരിക്കില്ല. അതെന്താ? യജമാനന്റെ കൂടെ കഴിയുന്ന സ്ത്രീകളായിരിക്കും. അതെന്താ? അപ്പൊ പിന്നെ അതെന്തിനാ ഇതിൽ പറയണേ? മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന അടിമ സ്ത്രീകൾ ഒഴികെയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്താ പറയാ, വിവാഹ ബന്ധത്തിലിരിക്കുന്ന അടിമ സ്ത്രീകൾ ഉണ്ട് എന്നല്ല അർത്ഥം. ഭർത്തൃമതികളായിട്ടുള്ള അടിമ സ്ത്രീകൾ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവരെ നിങ്ങൾക്ക് ഓക്കെയാണ്, ബാക്കിയുള്ള സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീകളെ ഭർത്തൃമതികളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതല്ല അർത്ഥം. എന്താ ഇതിന് ഈ ആയത്തിന്റെ ഒരു മഹാത്മ്യം ഒന്ന് വിശദീകരിച്ചെന്നേ. നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഈ വചനം ഇറങ്ങിയ സന്ദർഭം അറിയോ നിങ്ങൾക്ക്? ഇവിടെ ഇപ്പോ അടിമ സ്ത്രീകളൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഖുർആന്റെ കാര്യമാണ് ചോദിച്ചത്. നമ്മള് ഖുർആനിനെ പോലെ അല്ല, അതാണല്ലോ സംസാരം. ഖുർആനിന്റെ ഗാംഭീര്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, ഇന്നത്തെ കാലത്തല്ലല്ലോ. ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഈ വചനം അവതരിച്ച പശ്ചാത്തലം നിങ്ങൾക്ക് അറിയോ? ഇല്ല, പറയ്. അറിയില്ല. ബനു മുസ്ദലക്കാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു അക്രമം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറെ ആളുകളെ ബന്ദികളാക്കി പിടിച്ച് അടിമകളാക്കുകയാണ്. അങ്ങനെ അതില് ചില പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പൊ അതില് പലരുടെയും ഭാര്യയും ഭർത്താവും അതിലുണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്ന, കുടുംബമായി ജീവിക്കുന്ന ഒരു ഗോത്രത്തെ ആക്രമിച്ച് കുറെ പേരൊക്കെ കൊലപ്പെടുത്തി, കുറെ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയൊക്കെ ബന്ദികളായി പിടിച്ചു. ബന്ദികളാക്കി പിടിച്ച് അപ്പൊ പിന്നെ വലങ്കൈ ഉടമപ്പെടുത്തിയവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം അണികൾക്ക്. അതാണ് ഇസ്ലാമിന്റെ നിയമം, ആലോചിക്കണം. എന്നിട്ട് അതിൽ തന്നെ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായപ്പോ സഹാബിമാരിൽ ചിലർക്ക് വൈക്ലഭ്യം ഉണ്ടായി. ഭർത്താക്കന്മാർ അവിടെ ഉണ്ടല്ലോ, അപ്പോ എങ്ങനെയാ? അപ്പോ ആയത്ത് ഇറക്കി കൊടുത്താണ് ഇത് എന്നാണ് ഈ ആയത്തിന്റെ കഥ. എന്നിട്ട് ഇതിന് അവസാനം പറയണ എന്താ അറിയോ? പിന്നെ തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്നാണ്. അതായത് ഒരു ജനതയെ ആക്രമിച്ച് പിടികൂടിയിട്ട് അവിടെ നിന്നുള്ള മനുഷ്യരെ അടിമകളാക്കി, സ്വതന്ത്രരായ മനുഷ്യരെ പിടിച്ച് അടിമകളാക്കി വീതം വെച്ചതിൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ഈ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വൈക്ലഭ്യം പ്രകടിപ്പിച്ച, വിമുഖത പ്രകടിപ്പിച്ച സഹാബിമാർക്ക് വേണ്ടി ദൈവം
അയക്കി കൊടുത്തു എന്ന് മുഹമ്മദ് പറഞ്ഞ ആയത്താണിത്. ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒന്നാമത് ഇത് നിങ്ങൾ ഈ ആയത്ത് മാത്രമേ അല്ല, നോക്കുന്നുള്ളൂ. ഈ വേറെ ആയത്ത് ആയത്തുകളുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കിയാ പോരെ? നമ്മളിപ്പോ കഞ്ഞി വന്നോ നോക്കാൻ എല്ലാ വറ്റും പെറുക്കി ഓരോന്നും ഞെക്കി നോക്കും, അല്ലല്ലോ. ആ അങ്ങനെ നോക്കാം. അല്ല നിങ്ങൾക്ക് ഈ ഇത് ഈ എന്ന് ആയത്തിൽ പറഞ്ഞാല് എന്തെങ്കിലും നീതി നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലിപ്പോ നമുക്ക് നീതികേടായിട്ട് എന്താ പറയാ, ഒന്നും ഇപ്പൊ തോന്നുന്നില്ല അല്ലെ? അടിമസ്ത്രീകളൊന്നുമില്ല. ഒരു ജനത, ഇപ്പൊ നിങ്ങളും നിങ്ങളെ അടിമസ്ത്രീകളൊന്നുമില്ല. അയലോക്കത്തെ ഒരു ഗോത്രവും തമ്മിലൊരു ശത്രുത See, ഉണ്ടായി. രണ്ട് ഇപ്പൊ കുടുംബക്കാർ തമ്മിൽ കച്ചറ അടിമസ്ത്രീകളൊന്നുമില്ല. ഉണ്ടായാല് ആ ഒരു കുടുംബത്തെ പോയി ആക്രമിച്ചിട്ട് അവിടുത്തെ സമ്പത്തും അവിടുത്തെ പെൺകുട്ടികളെയും ഒക്കെ പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല? അടിമകളാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് അടിമകളാക്കിയതിന്റെ വേറെ കഥയാണ്, വിഷയം. അടിമകളാക്കിയ കഥയാണ് ഈ പറഞ്ഞത്, ഈ ചരിത്രം. അടിമകളാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് വേറെ അടിമകളാക്കാം വിഷയം. എന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അടിമകളാക്കുമ്പോഴുള്ള കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അതാ പറയുന്നത്. അടിമകളാക്കരുത് ആക്കണം എന്നുണ്ടോ? എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അടിമകളാക്കരുത് എന്നുണ്ടോ? ആക്കണം എന്നുണ്ടോ? അടിമകളാക്കരുത് എന്നുണ്ടോ? ആക്കരുത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. അപ്പൊ ഇല്ല. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കിയിട്ടില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കാതെയാണോ നിങ്ങൾ എന്റെ ഈ പിന്നെ വിശ്വാസത്തിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ വരുന്നത്? ഞാൻ നിങ്ങള് വിശ്വാസം ഒഴിവാക്കാൻ അതിന്റെ പറ്റിയ കാരണങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊന്നാണ്, ഇതൊരു ഉദാഹരണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. ഇങ്ങനത്തെ 100 കണക്കിനെണ്ണ ഇനി അടുത്ത് നിങ്ങൾക്ക്. ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത 100 കണക്കിന് വചനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോ ഇത് ഒരു ഗോത്ര നേതാവിന്റെ നിയമം മാത്രമാണ്. നമ്മളെ കിങ് ജോങ് ഉന്നിന്റെ ഒരു അറേബ്യൻ പതിപ്പായിട്ട് വേണം. കിങ് ജോങ് ഉന്ന് പിന്നെയും ഭേദമായിരുന്നു എന്ന് ചിലപ്പോ വിചാരിക്കേണ്ടി വരും. അതാണ്. അപ്പോ ഇതാണത്, വേറൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇതിനേക്കാളും മികച്ചതില്ല എന്ന് വെറുതെ വിചാരിച്ച് മണ്ടത്തരം പറഞ്ഞ് നടക്കണ്ട. നിങ്ങൾക്ക് ഞാൻ UDHRന്റെ ഒരു മലയാളം പതിപ്പാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കി. ആശയം ഐഡിയോളജിക്കലായിട്ട് അതിനോട് കടപിടിക്കാൻ പറ്റുന്ന ഒരു വചനം പോലും ഇതിനകത്തില്ല. ഞാൻ എന്റെ സിമ്പിൾ ഒരു വസ്തുത ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ്? നിങ്ങൾ ഒരു സൂറത്തിനെ എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു അനലൈസിങ് ഡിവൈസ് അല്ലെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് അനലൈസ് ദിസ് സൂറ, ഗൂഗിൾ അനലൈസിങ് സൈറ്റിൽ കയറിയിട്ട് എടുക്കുമ്പോ നമുക്ക് എന്താണ് AI മോഡലുകൾ നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല. AI മോഡലുകൾ ഓരോ കമ്പനികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഡാറ്റകൾ അനലൈസ് ചെയ്യുന്ന ഒരു മോഡലാണിത്. ഒരു ലാംഗ്വേജ് മോഡൽസ് ആണ് ഇവര്. അപ്പൊ ഇവർ അനലൈസ് ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഇവർക്ക് ലഭ്യമായിട്ടുള്ള ഓൺലൈനിൽ ലഭ്യമായ ആക്സസിബിലിറ്റി ഉള്ള ഡാറ്റകൾ മാത്രമാണ്. ഇതൊന്നും ലഭ്യമല്ലാത്ത കാര്യങ്ങളാണ്. അതിൽ ഖുർആനിന്റെ വിശദീകരണങ്ങളും ഖുർആനിന്റെ ന്യായീകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ടാവുക, അല്ലെ? അല്ലാതെ അതിന്റെ ശരി തെറ്റുകൾ അനലൈസ് ചെയ്യാനുള്ള സംവിധാനം നിലവിൽ ഗൂഗിൾ ലാംഗ്വേജ് മോഡലുകളിൽ ഇല്ല, അല്ലെങ്കിൽ AI ലാംഗ്വേജ് മോഡലുകളിലായിട്ടില്ല എന്നാണ് എന്റെ മനസ്സിലാക്കല്. എങ്ങനെ അല്ല, ഇനി നിക്ക്, ഇനി ഇത് തന്നെ ലാംഗ്വേജ് മോഡലുകളിൽ ഇപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കാണ്, ഇപ്പം മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം തന്നെ ചോദിച്ചാലും അത് തരുന്ന ഉത്തരം ആദ്യഘട്ടത്തിൽ എപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് മറുപടികളെ അത് തരൂ. കാരണം ഇത് ഓരോ കമ്പനികളുടെ പ്രോഡക്ട്സ് ആണ്, മനസ്സിലായോ? ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിങ്ങൾ ഖുർആന്റെ ആധികാരികത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്? അല്ല, നമുക്ക് വലിയ അറിവൊന്നുമില്ല. അറിവില്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥം തന്നെ വായിക്കാലോ. എന്തിനാണ് ഇപ്പൊ നമ്മള് AI ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണം, ഇപ്പൊ സംസമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ യുക്തിവാദികൾക്ക് ഹറാമോ അങ്ങനെയല്ല പറഞ്ഞത്. ഈ AI-നെയും നമ്മൾ എന്ത് ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു, അതിനനുസരിച്ച് മറുപടി തരാം. ഞാനിപ്പോ ഒരു വിശ്വാസിയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് വിശ്വാസി ചോദിക്കുന്ന പോലുള്ള ചോദ്യം ചോദിച്ചാൽ അതിനെ തൃപ്തിപ്പെടുത്താനുള്ള മറുപടി എന്ന് കിട്ടും. വിമർശനാത്മകമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ മറുപടി കിട്ടും. അതിൽ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഒരേ കാര്യം, അതായത് സംസം വെള്ളത്തെ കുറിച്ചുള്ള അതിന്റെ ദിവ്യ അത്ഭുതങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസികൾക്കിടയിൽ, ഇതിനെക്കുറിച്ച് 2 പെർസ്പെക്റ്റീവില് AI-നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ AI-യോട് ചാറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇപ്പൊ 2 സമയത്തും കിട്ടിയിട്ടുള്ള റെസ്പോൺസും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഖുർആനിനെ എടുത്താലും ഖുർആനിൽ ഇപ്പം അടിമത്തില്ലേ? ആയിക്കോട്ടെ, അടിമത്തം തെറ്റാണ്. ഖുർആനിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് അടിമത്തത്തിന്റെ ന്യായീകരണങ്ങൾ ഇതിനോടകം
ഇന്റർനെറ്റിൽ ഗാണ്ടം എഴുതി കയറ്റിയിട്ടുണ്ട്. സൈറ്റുകളിലും തഫ്സീർ സൈറ്റുകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. അത് ഓലെടുത്ത് പറഞ്ഞുതരും, അത്രേ ഉള്ളൂ. ഇതിന്റെ വിമർശനം അല്ലെങ്കിൽ ക്രിട്ടിക്കുകളൊന്നും ഇന്റർനെറ്റിൽ ലഭ്യമല്ലാത്തതാണ്. അങ്ങനെ ഡയറക്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ഒരു നോർമൽ ചോദ്യത്തിന് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള മറുപടികൾ വരില്ല. അത് നിങ്ങൾ ഹിന്ദു മതത്തിനെ കുറിച്ച് ചോദിച്ചാലും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ചോദിച്ചാലും ഈവൻ ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ചോദിച്ചാലും അതിന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി വരുള്ളൂ. അത് അങ്ങനെയാണ്. അത് ഓരോ കമ്പനികളുടെ ബിസിനസ് മോഡലുകളാണ് അതൊക്കെ, ലാംഗ്വേജ് ആണ്. മനസ്സിലായോ? അതിനൊന്നുമല്ല. നമ്മള് സാമാന്യ ബുദ്ധിക്ക് 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെ ഇനി അനലൈസ് ചെയ്യാൻ നമ്മൾ AI ടൂൾ ഉപയോഗിക്കേണ്ട ഗതികേട് വരുന്നുണ്ടെങ്കിൽ അത് ഈ ഗ്രന്ഥത്തിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ ഈ വചനത്തിന്റെ നീതീകരണങ്ങളൊന്ന് വേണമെങ്കിൽ ഗൂഗിളിനോടൊന്ന് ന്യായീകരിച്ചു തരാൻ പറയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതേ ആയത്തിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുപടി തമ്മിൽ അപ്പൊ നമുക്ക് താരതമ്യം ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങള് വാട്സപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അതാ പറഞ്ഞ അത് ഞാൻ പലതും പരീക്ഷിച്ചാണെന്ന് പറയാം. മനസ്സിലായി? ഇപ്പൊ മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമമുണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങൾ പിന്നെ AI-നോട് ഡയറക്റ്റ് ചോദിച്ചു നോക്കിയേ. AI അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പറയുള്ളൂ. അങ്ങനെ ഒരു നിയമം ഇല്ലാന്നാ പറയാ. അതെ, അങ്ങനെ ഒരു പിന്നെ നോളജ് ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും ലഭ്യമല്ല. അല്ല, അങ്ങനെ ലഭ്യമായിട്ടല്ല എന്നല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ള ആധുനികമായ വ്യാഖ്യാനങ്ങളാണ് ഇതിന് കൂടുതലായിട്ട് പ്രസക്തി ഉണ്ടാവുക. കാരണം അവർക്ക് കിട്ടുന്ന ഡാറ്റകളുടെ ബാഹുല്യം അത്രയുണ്ട്. ഇസ്ലാം വിമർശന പുസ്തകങ്ങളല്ലല്ലോ, ന്യായീകരണ പുസ്തകങ്ങളല്ലേ കൂടുതൽ ഉണ്ടാവുക. ഈ എന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്താണ് AI ഇല്ലാത്ത നമ്മളെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ എഴുതി വെക്കപ്പെട്ട തഫ്സീറുകളുടെയും നിർണയിക്കപ്പെട്ടുള്ള ഫിഖ്ഹി മസ്അലകളുടെയും അടിസ്ഥാനത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഏകദേശം ധാരണയില്ലേ? നിങ്ങൾ AI-യുടെ യുഗത്തിൽ ഇതിനെ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അപ്പൊ അത്രയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിശ്വാസികൾക്ക് ആകാശം മുർത്തദിനെ കൊല്ലണം എന്ന ഇസ്ലാമിൽ നിയമമുണ്ടോ എന്നാണ് ചോദ്യം. അത് നമുക്ക് 2-3 തരത്തിൽ ചോദിക്കാം. അപ്പൊ ചോദിച്ചപ്പോ ഒരാള് നിങ്ങളെ പോലെ സംസാരിച്ച ഒരാൾ എനിക്ക് അയച്ചു തന്നത് ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാണ്. അപ്പോ ഞാൻ എന്നിട്ട് തിരിച്ച് മുർത്തദിനെ കൊല്ലണം എന്ന ഇസ്ലാമിക നിയമത്തിന്, മത നിയമത്തിന് അതിന്റെ ആധാരമായിട്ടുള്ള ഖുർആൻ വചനങ്ങളും ഹദീസുകളും സംഭവങ്ങളും ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സാധനം ലിസ്റ്റ് ചെയ്യും. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി അല്ല വേണ്ടത്, വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടിയാണ് വേണ്ടത് എന്ന് നമ്മൾ വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഡിപ്ലോമസി ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ AI മോഡൽ. അപ്പൊ ഗൂഗിളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ചാറ്റ് കിട്ടുന്ന ഒരു മറുപടി അല്ല ഒരു കാര്യത്തിന്റെ ആധികാരികത തീരുമാനിക്കുന്നത്. ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു നിഗമനം അതിൽ പറയുന്നത് വെച്ചാല്, അതിനാൽ മുർത്തദിനെ കൊല്ലണം എന്നത് ഖുർആനിൽ നേരിട്ട് ഇല്ല, പക്ഷെങ്കിൽ ഹദീസും പരമ്പരാഗത ഫിഖും അത് നിയമമാക്കിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞ എങ്ങനെ ഇന്നത്തെ നിങ്ങൾ അത് പിന്നെ AI-യോട് ചോദിച്ചാൽ ഇല്ലാന്നേ പറയൂ. അല്ല, എനിക്കൊരാൾ അയച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ തിരിച്ചു ചോദിച്ചപ്പം കൃത്യമായിട്ട് ഇതേപോലെ പറഞ്ഞത്, നേരിട്ട് പരാമർശമല്ല. പക്ഷെ പിന്നെ ക്ലാസിക്കൽ ഫിഖ്ഹി മസ്അലകൾ അനുസരിച്ചിട്ടും ഹദീസിൽ ഉള്ള സംഭവങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോ കിട്ടും. ഞാൻ ചോദിച്ചപ്പോ കിട്ടി. നിങ്ങൾ എന്താ ചോദിച്ചത്? അതിനാൽ നിങ്ങൾ ചോദിച്ച ചോദ്യം പറയും. നിങ്ങൾ പറഞ്ഞ ചോദ്യം മുർത്തദിനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമം ഉണ്ടോ? അതിന്റെ പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതിനാൽ മുർത്തദിനെ കൊല്ലണം എന്നത് ഖുർആനിൽ നേരിട്ടില്ല, പക്ഷേ ഹദീസും കോപ്പൈലറ്റ് എന്ന് പറയും. ഓരോന്നിലും ഓരോന്നാണ്. ഇപ്പൊ എനിക്ക് ഒരാൾ അയച്ചു തന്നത് ചാറ്റ് GPT ചോദിച്ച ചോദ്യം. നിങ്ങൾ ഇതേ ചോദ്യം ചാറ്റ് GPT ചോദിച്ചു നോക്കിയേ. എന്നാലോ ചോദിക്ക്. നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം നോക്കിയ പോലെ ഒരു മിനിറ്റ് കൂടിയല്ലേ വേണ്ടുള്ളൂ. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യേ. ഓക്കെ, ഒരു മിനിറ്റ്. കോപ്പി പേസ്റ്റ്. ഓക്കെ, ഉത്തരം വരുന്നുണ്ട്.
ചുരുക്കത്തിൽ ഇസ്ലാമിനെ ഒന്ന് ഞാൻ അതിന്റെ കൺക്ലൂഷൻ അങ്ങ് വായിച്ചുതരാം. അല്ല എന്താണ് പിന്നെ എന്ത് അപ്പൊ ചോദ്യം പിന്നെ വന്ന എന്താ? ഇത് കഴിഞ്ഞില്ല. അപ്പൊ ചോദ്യം ഉത്തരം ഇതാണ്, കൺക്ലൂഷൻ ഇതാണ്. ചുരുക്കം തുടക്കം പറയും. എന്തിനാ ചുരുക്കണങ്ങള്? തുടങ്ങുന്നത് എങ്ങനെയാന്ന് പറയും. തുടങ്ങുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമിൽ മുർത്തദിനെ നിർബന്ധമായും കൊല്ലണം എന്നൊരു ഒരൊറ്റ സഹിജമായ നിയമമല്ല. എല്ലാ പണ്ഡിതന്മാരുടെയും പറഞ്ഞതും എല്ലാ കാലങ്ങളും ഒരേപോലെ പ്രയോഗിച്ചതും. ഇത് ഫിഖ് സമീപനങ്ങൾ, ചരിത്രപര സന്ദർഭം, ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താ? കൺക്ലൂഷനിലേക്കൊക്കെ നമുക്ക് വരാം. ഫസ്റ്റ് പറയുന്ന വാക്കായത്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അതിന്റെ സംക്ഷിപ്താണ് പറയണത്. അല്ലല്ല, ഫസ്റ്റ് ഉള്ള വാക്കായത്. ഇസ്ലാമിൽ മുർത്തദിനെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറയുന്ന സ്വതന്ത്രമായ മതവിശ്വാസം ഉണ്ട്, ഹദീസുകളുടെ വ്യാഖ്യാനം വ്യത്യസ്തമാണ്, ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് മതം വിടുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസപരമായ കാര്യമാണെന്നാണ്, ശാരീരിക ശിക്ഷകൾ നൽകാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നാണ്, നിലവിലെ നിയമം മതപരമായ വ്യാഖ്യാനങ്ങൾ ആരെയും ഹാനിക്കാൻ അവകാശം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മുർത്തദിനെ കൊല്ലണം എന്ന് മുർത്തദിനെ കൊല്ലണം എന്ന് എല്ലായിടത്തും ബാധകമായ ഒരു ഇസ്ലാമിക നിയമമുണ്ടെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ സംക്ഷിപ്തം. അത് ചരിത്രകാലത്തെ യുദ്ധ സന്ദർഭങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നുള്ളതാണ്. ഇന്നത്തെ പണ്ഡിതന്മാർ അതിനെ വ്യക്തിഗത മതസ്വാതന്ത്ര്യമായി കാണുന്നു. ആർക്കും മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആരോടും ദേഹോപദ്രവം ചെയ്യാനോ ശിക്ഷിക്കാനോ അവകാശമില്ല എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മുർത്തദ്ദായി എന്നുള്ളത് കൊണ്ട് കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമല്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഞാൻ ചോദിച്ചപ്പോ കിട്ടിയ ഉത്തരം വേറെയാണ്. ജെമിനിനോട് ഇനി നമ്മൾ ജെമിനിയോട്, എൻ്റെ കയ്യിൽ ജെമിനി പ്രോ ആണ്, അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ സാധനം ചോദിച്ചപ്പം കണിശമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ ന്യായവാദങ്ങൾ പറയേണ്ടതുണ്ടല്ലോ, അത് ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തിൽ കൊടുക്കാം ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ജെമിനി പറയുന്നത് ഇത്തരം ന്യായങ്ങൾ പിന്നെ പറയുന്നവർക്കുള്ള മറുപടി കൂടി അതിനകത്തുണ്ട്. ആൾക്കാർക്ക് വേണ്ടി അയക്കുന്നതിന് മുന്നേ എനിക്ക് എന്റെ വാട്സാപ്പിൽ അതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം, നിങ്ങൾ നോക്കിക്കോളി. അപ്പൊ അതുകൊണ്ട് ജെമിനിനെ വെച്ചിട്ട് ഖുർആൻ അളക്കാൻ നിന്ന വലിയ പൊല്ലാപ്പൈകാരം. നമ്മള് ജെമിനിയൊക്കെ ഇപ്പൊ ഇന്നലെ ഈ കഴിഞ്ഞ 1-2 കൊല്ലം കൊണ്ട് ഉണ്ടായി വന്നതല്ലേ, 2-3 വർഷത്തെ ഒരു ചരിത്രത്തിലുള്ളൂ. നമ്മളിത് പഠിക്കാനും ഇത് ഉപയോഗിക്കാനും ഉപേക്ഷിക്കാനും തുടങ്ങിയത് എങ്ങനെ? യുക്തിവാദികൾക്ക് പോലും ഇതിന് വിശ്വാസമില്ല. ജെമിനിനെ വിശ്വാസമില്ലാത്തതുകൊണ്ട്, ജെമിനിനെ അല്ല, AI മോഡലുകൾ എന്താണെന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ്. അത് ധാരണയില്ലാത്തവർ, നിങ്ങൾ ജെമിനി പറഞ്ഞതാണ് ആപ്തവാക്യം നിങ്ങൾ എടുക്കുവോ? അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഇതൊരു എന്താ പറയാ, ഒരു ഗൂഗിൾ പോലെയാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന്റെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി തരും, പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ. ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പോലും പറയില്ല. ഗൂഗിൾ എന്താ പറയാ അറിയോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്, ഗൂഗിൾ ഹോട്ടൽസ് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് എന്ന് പറയും. അതായത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം പറയും. ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ സോറി, ഇത്തരം ഒരു കണ്ടന്റ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്താൽ നിർവാഹമില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിന്റെ പാരാമീറ്റേഴ്സും ഉണ്ടാവും, അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ ഇതൊന്നല്ല, ഇങ്ങനെയൊന്നല്ലല്ലോ ഖുർആൻ. നമ്മള് ഖുർആനെ ഈ AI ടൂള് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള ഗ്രന്ഥം അല്ലല്ലോ ഖുർആൻ എന്ന് പറയണത്. എല്ലാ മനുഷ്യനും, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ തൊട്ട് രാഷ്ട്രീയാധികാരം, രാജാധികാരം ഉള്ള രാജാവ് വരെ, ചക്രവർത്തി വരെ ബാധകമാകുന്ന നിയമല്ലേ ഇത്? ഞാൻ ഇന്നലെ ഒരു ഖുർആൻ AI കേസ് വിടൂ. AI എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. AI പല ചാറ്റ് പോർട്ടിൽ പലതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. നിങ്ങൾ ഗ്രോക്കിനോട് ചോദിച്ചു നോക്കിയേ, ഗ്രോക്ക് നിങ്ങളെക്കാളും നന്നായിട്ട് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യും ചില സമയത്ത്. അതിൽ പോലും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ നേരിട്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഗ്രോക്കും വസ്തുതകൾ പറഞ്ഞുതരും. അപ്പൊ ഇത് നമ്മളെ പ്രോംപ്റ്റിനനുസരിച്ചിട്ടാണ് അതിന് റിയാക്ഷൻ വരിക. അത് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്, നമ്മളുടെ പ്രോംപ്റ്റിനനുസരിച്ചിട്ടാണ് അത് ഏത് മേഖലയിൽ സ്ട്രെസ് കൊടുക്കണം, ഏത് മേഖലയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം, ഏതിനെ പരിഗണിക്കണം, ഏതിനെ അവഗണിക്കണം ഒക്കെ തീരുമാനിക്കാൻ നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ചിട്ടാണ്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഭാഗം AI-യിൽ ഡെവലപ്പായി വരുന്നത് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എയുടെ റിസൾട്ട് പ്രോംപ്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുക, അല്ലേ? ഞാൻ
അപ്പൊ ഇതൊന്നുമല്ല, ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഖുർആാനിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഖുർആൻ എന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ഇത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എടുക്കാനും ഉപയോഗിക്കാനും പറ്റാത്ത ഒരു ഗോത്രകാല നേതാവിന്റെ ആ ഗോത്രത്തിന് ബാധകമായ നിയമങ്ങൾ മാത്രമാണ്. അതൊരു ബാധ്യതയില്ല.